കേട്ടറിഞ്ഞ പൊന്നാനിയുടെ രുചിഭേദങ്ങൾ തേടി വിദ്യാർത്ഥികളെത്തി. കേട്ടറിവിനേക്കാളും സത്യമാണ് പൊന്നാനിയുടെ രുചിയെന്ന് അവർ തിരിച്ചറിഞ്ഞു. MSW വിദ്യാർത്ഥികളാണ് തനി നാടൻ രുചിഭേദങ്ങൾ അനുഭവിച്ചറിഞ്ഞത്. ഓരോ ദേശങ്ങൾക്കും സ്വന്തമായൊരു ജീവിത രീതിയും രുചിവൈവിധ്യങ്ങളും അവകാശപ്പെടാനുണ്ടാകും. സൽക്കാരപ്രിയരായ മലബാറുകാരുടെ അപ്പത്തരപ്പോരിശയുടെ ഖ്യാതി നാട്ടിലെങ്ങും പാട്ടാണ്. മലബാറിലെ മെഹ്ഫിൽ സന്ധ്യകളോളം പ്രാധാന്യമുള്ളതാണ് ഓരോ പ്രദേശത്തിന്റെയും വിഭവങ്ങളുടെ കൊതിയൂറും രുചിയും. അപ്പത്തരങ്ങൾ എമ്പാടും നിറച്ച് മരുമകനായി കാത്തിരിക്കുന്ന അമ്മായിയുടെ വർണ്ണനകൾ പാട്ടുകൾക്ക് വരെ ഇതിവൃത്തമായിട്ടുണ്ട്. മലബാറിലെ തനത് നാടൻ രുചികളുടെ ഈറ്റില്ലമെന്ന് വിശേഷിപ്പിക്കാവുന്ന പൊന്നാനി നഗരത്തിലുമുണ്ട് കൊതിയൂറും വിഭവങ്ങളേറെ. പഴയകാലത്ത് പുതിയാപ്പിള സൽക്കാരങ്ങൾക്ക് കീർത്തികേട്ട പൊന്നാനി ടൌണിൽ ഇപ്പോഴും വിഭവങ്ങൾക്കൊട്ടും കുറവ് വന്നിട്ടില്ല. നോമ്പ് സമയങ്ങളിൽ നോമ്പു തുറക്കെത്തുന്ന പുതുമണവാളന്മാർക്കായി 20ലേറെ വിഭവങ്ങളായിരുന്നു സുപ്രയിൽ അണിനിരന്നിരുന്നത്. പുതിയാപ്പിള സൽക്കാരത്തിനായി മുട്ടമാലയും മുട്ടസുർക്കയും അട്ടിപ്പത്തിരിയും ചിരട്ടമാലയും തുടങ്ങിയ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനായി വീട്ടുകാരും ഉത്സാഹത്തോടെ മത്സരിക്കുന്നത് വീടിന്റെ അകത്തളങ്ങളിലെ കാഴ്ചകളായിരുന്നു. പൊന്നാനിയുടെ നാടൻ വിഭവങ്ങളെക്കുറിച്ച് ഏറെ കേട്ട വിദ്യാർത്ഥികൾക്കും ആഗ്രഹമേറെയായിരുന്നു വിഭവങ്ങൾ രുചിച്ചറിയാൻ. ലോകമാകെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് മുട്ടമാല. ഈ മുട്ടമാലയുടെയും ചിരട്ടമാലയുടെയും മറ്റ് പൊന്നാനിക്ക് മാത്രം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങൾ ഇന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകൻ നിസാറിന്റെ വീട്ടിൽ കഴിഞ്ഞ 10-ാം തീയതി മുതൽ പൊന്നാനിയുടെ ഭാഗമായി മാറിയിട്ടുള്ള കാലടി സംസ്കൃത സർവകലാശാലയിലെ തിരൂർ കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ ഇതിനോടൊപ്പം ചേർന്നിരിക്കുകയാണ്. കനോലി കനാലിനെ കുറിച്ച് സർവേക്കെത്തിയ കാലടി സർവകലാശാലയ്ക്ക് കീഴിലെ തിരൂർ സബ് സെന്ററിലെ MSW വിദ്യാർത്ഥികളുടെ ആഗ്രഹ സഫലീകരണം ഒടുവിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് MP നിസാർ പൂർത്തീകരിച്ചു. 18ഓളം വിഭവങ്ങൾ നിസാറിന്റെ വീട്ടിൽ ഒരുക്കിയിരുന്നു. കേട്ടറിഞ്ഞതിനേക്കാളും രുചിയേറെയാണ് പൊന്നാനി വിഭവങ്ങൾക്കെന്നാണ് വിദ്യാർത്ഥികളുടെ സാക്ഷ്യം. ഇത്തരത്തിൽ പൊന്നാനിയുടെ സംസ്കാരത്തെ നേരിട്ടറിഞ്ഞ വിദ്യാർത്ഥികളും ഹാപ്പിയായി. സന്തോഷത്തിനപ്പുറം വയർ നിറഞ്ഞ ആശ്വാസവും. ന്യൂസ് ബ്യൂറോ, പൊന്നാനി.